ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വചനം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 9-ാമത്തെ തിരുവചനം. നെബൂഖദ്നേസർ രാജാവ് ദാനിയേലിനെ കുറിച്ച് പറയുന്ന ഒരു വാക്കാണ്. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്നും ഒരു രഹസ്യവും നിനക്ക് അജ്ഞേയമല്ലെന്നും എനിക്കറിയാം. ദാനിയേലിനെ പരിചയമുള്ള, ദാനിയേലിനെ കുറിച്ച് മനസ്സിലാക്കിയ രാജാവ് പറയുന്ന വാക്ക്, നിന്റെ കൂടെ ദൈവത്തിന്റെ ആത്മാവുണ്ടെന്ന് എനിക്കറിയാം. ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? 4 കാര്യങ്ങളിലൂടെ തിരിച്ചറിയാൻ പറ്റും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റും. ഒന്ന്, നമ്മുടെ സ്വഭാവം നോക്കിയാലായിട്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടോ എന്ന്, സാന്നിധ്യമുണ്ടോ എന്ന് അറിയാൻ പറ്റും. അതാണ് ഗലാത്യർക്കെതിരെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 22-23 വചനം. ആത്മാവിന്റെ ഫലങ്ങൾ നമ്മിൽ നിന്ന് പുറപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയാൽ നമ്മിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സംസാരം വഴി, പ്രത്യേകിച്ച് കൊലോസ്യർക്കെതിരെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാം വചനത്തിൽ പറയുന്നുണ്ട്, നിന്റെ സംസാരം, നിന്റെ വാക്കുകൾ കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. ഇതിനപ്പുറത്തിൽ നിന്ന് വരുന്നതെല്ലാം പൈശാചിക ശക്തിയിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകളും സംസാരങ്ങളും കരുണാമസൃണമാണെങ്കിൽ തീർച്ചയായും പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ പ്രവർത്തികൾ നോക്കിയാൽ പരിശുദ്ധാത്മാവിന് സാന്നിധ്യം ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റും. എങ്ങനെയാണ്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 16-ാം വചനം, സൽപ്രവൃത്തികൾ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട്. ഇനി അടുത്തത്, യേശുക്രിസ്തുവിനെ ഏറ്റുപറയുന്ന വഴി. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിന്റെ 8-ാം വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവ് ലോകമൊക്കെയിലും യേശുവിന്റെ സാക്ഷിയായിത്തീരും. ഭയമില്ലാതെ യേശുക്രിസ്തുവിനെ ഏറ്റുപറയുകയാണെങ്കിൽ തീർച്ചയായും ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളും ഈ 4 കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. എന്റെ സ്വഭാവം, എന്റെ സംസാരം, എന്റെ പ്രവൃത്തി, എന്റെ സാക്ഷ്യം, ഈ 4 കാര്യങ്ങളിലും ഞാൻ വചനമനുസരിച്ച് ജീവിച്ചാൽ തീർച്ചയായും പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്നിലുണ്ടെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ, നമുക്ക് മാത്രമല്ല ചുറ്റുപാടുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന് ഈ വചനഭാഗം വഴിയാകട്ടെ നമ്മൾക്കും ഒരു പുതുക്കത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകാൻ സാധിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.